മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അത് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും വലിയ വേദനയായി നിൽക്കുന്ന ഒന്നാണ്. അവിടെ ഭവനരഹിതരായ അനവധി ആളുകളുണ്ട്. ഒരു ലിസ്റ്റ് തന്നെ സർക്കാരിൻ്റെ കൈവശമുണ്ട്. ഒരുപാട് സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇതിനിടയിലാണ് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരുടെ പട്ടികയിൽ നിന്നാണ് ഗുണഭോക്താക്കളുടെ ക്രമം നിശ്ചയിക്കുക. മേപ്പാടിയിൽ ഇന്ന് രാവിലെയാണ് ഈ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. 178 വീടുകളുടെ താക്കോൽദാനം ഈ മാസം 25-ാം തീയതി മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ജയരാജ് ബത്തേരി വിവരങ്ങൾ പങ്കുവെക്കും. ജയരാജ്, ഭൂമി നഷ്ടം അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ട, പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കൃത്യമായി സർക്കാരിൻ്റെ കൈവശമുണ്ട്. നിരവധി ആളുകൾ, നേരത്തെ പറഞ്ഞ പോലെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ വീടുകൾ വെക്കുന്നുണ്ട്. ഈ 178 വീടുകൾ, അതിന് നറുക്കെടുപ്പ് അല്ലേ, പൂർണ്ണമായും നഷ്ടപ്പെട്ടവരിൽ നിന്ന് 178 പേരെ തിരഞ്ഞെടുക്കുക, അതാണ് ഇന്ന് രാവിലെ നടക്കുന്നത് അല്ലേ? രഞ്ജിത്ത്, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി സർക്കാർ നിർമ്മിക്കുന്ന പുനരധിവാസ ടൗൺഷിപ്പിലെ വീടുകൾ അനുവദിക്കുന്നതിനുള്ള നറുക്കെടുപ്പാണ് ഇന്ന് രാവിലെ നടക്കുക. ഇന്ന് രാവിലെ മേപ്പാടിയിൽ വെച്ച് സർവകക്ഷി യോഗം നടക്കും. അതിനുശേഷമായിരിക്കും നറുക്കെടുപ്പ് നടക്കുക. പൂർത്തിയായ 178 വീടുകൾക്കായുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. പുനരധിവാസ ടൗൺഷിപ്പിൽ ഓരോ കുടുംബത്തിനും ഏത് പ്ലോട്ട് അല്ലെങ്കിൽ ഏത് വീട് ലഭിക്കണമെന്നത് സുതാര്യമായി നിശ്ചയിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഗുണഭോക്തൃ പട്ടികയിലുള്ളവരുടെ സാന്നിധ്യത്തിൽ വീടുകളുടെ നമ്പറുകൾ നറുക്കെടുത്താണ് ഓരോരുത്തർക്കുമുള്ള സ്ഥലം അനുവദിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മുഴുവൻ പ്രക്രിയയും ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. ഇതിന്റെ വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. തീർത്തും ഭിന്നശേഷിക്കാർ, അതുപോലെ തന്നെ തീർത്തും ഒറ്റപ്പെട്ടവർ, അതുപോലെ വയോധികർ എന്നിവർക്കാണ് ടൗൺഷിപ്പിന്റെ മുൻനിരയിലുള്ളതോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ വീടുകൾ ലഭിക്കാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നറുക്കെടുപ്പിൽ പ്രത്യേക ക്രമീകരണം ഇതിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഓരോരുത്തർക്കും ലഭിച്ച വീടിന്റെ അലോട്ട്മെന്റ് രേഖകൾ അധികൃതർ കൈമാറും. തുടർന്ന് നിശ്ചിത സമയത്തിനകം കുടുംബങ്ങൾക്ക് പുതിയ വീടുകളിലേക്ക് താമസം മാറാനും സാധിക്കും. എന്തായാലും നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല നിവാസികളുടെ പുനരധിവാസ പ്രക്രിയയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘട്ടം കൂടിയാണ് ഇന്ന് പൂർത്തിയാവുക. രഞ്ജിത്ത്, ഏതായാലും മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ആശ്വാസകരമാണ്. ദുരന്തം നടന്നിട്ട് വർഷങ്ങൾ കഴിയുന്നു. അവരുടെ ഒരു സ്വന്തമായി പാർപ്പിടം എന്നുള്ള അവരുടെ വലിയൊരു സ്വപ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സർക്കാർ അതിന് മുൻകൈയെടുക്കുന്നു എന്നുള്ളത് ഏറെ ശ്ലാഘനീയമാണ്. 172 വീടുകളുടെ 178 വീടുകളുടെ താക്കോൽദാനം അത് 25-ാം തീയതി മുഖ്യമന്ത്രി നിർവഹിക്കും. അത് അർഹതയുള്ളവരെ ഇന്ന് തെരഞ്ഞെടുക്കും എന്നാണ് ജയരാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിന്റെ മനസ്സിലെ എക്കാലത്തെയും നോവായ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാക്കിയായവർക്കായുള്ള ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട താക്കോൽദാനമാണ് നടക്കുന്നത്. 178 കുടുംബങ്ങൾക്കാണ് വീടുകൾ. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദുരന്തം ഉള്ളുലച്ച 1600 പേർക്കാണ് കരളുറപ്പുള്ള കേരളം തണലൊരുക്കുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 25-ന് വൈകിട്ട് 4-ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന പരിപാടിയിൽ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം, ഗുണഭോക്താക്കൾക്ക് പട്ടയ വിതരണം എന്നിവ നിർവഹിക്കും. ജില്ലയിലെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും ഏജൻസികളുടെയും തൊഴിലാളികളുടെയും ഏകോപിതമായ പ്രവർത്തനത്തിലൂടെയാണ് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നത്. എൽസ്റ്റണിൽ 410 വീടുകൾ, അനുബന്ധ സൗകര്യങ്ങൾ തുടങ്ങിയവ വിഭാവനം ചെയ്ത ടൗൺഷിപ്പിൽ 1-ാം ഘട്ടത്തിൽ 178 വീടുകളാണ് പൂർത്തിയായത്. ദുരന്തത്തിൽ പൂർണ്ണമായും വീട് നഷ്ടമായ കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധം 7 സെന്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റനിലയിൽ പണിത കെട്ടിടങ്ങൾ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന 410 വീടുകളിലായി 1662-ലധികം ആളുകൾക്കാണ് തണലൊരുങ്ങുന്നത്. ടൗൺഷിപ്പ് ഉദ്ഘാടനം ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കളക്ടർ ഡോക്ടർ DR മേഘശ്രീ പറഞ്ഞു. ദുരന്തബാധിതരുടെ പരാതികൾ ഇനിയും കേൾക്കാൻ തയ്യാറാണെന്നും കളക്ടർ പറഞ്ഞു. 25-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട CM ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. എല്ലാ മന്ത്രിമണ്ഡലം അവിടെ ഉണ്ടായിരിക്കും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ ഗണ്യമാന്യ വ്യക്തികളും, സ്റ്റേറ്റിൻ്റെ എല്ലാ പ്രമുഖമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഒരു മഹത്തായ ഒരു ഘട്ടമാണ്, ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മൾ എല്ലാവരും അച്ചീവ് ചെയ്തിരിക്കുന്നതും. അതിജീവിതർക്ക് സുരക്ഷിത ഇടം വാസയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ. 2025 മാർച്ച് 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന് തറക്കല്ലിട്ടു.
എല്ലാം നഷ്ടമായ ഒരു കൂട്ടം ജനതയുടെ സ്വപ്നമാണ് എൽസ്റ്റണിലെ പുനരധിവാസ ടൗൺഷിപ്പ്. ടൗൺഷിപ്പിന്റെ ശേഷിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.